ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവേൻ്റെ ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർവേ മെയിനായിട്ട് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് പ്ലെയിൻ സർവേ, മറ്റൊന്ന് ജിയോഡറ്റിക് സർവേ. ദ കർവേച്ചർ ഓഫ് എർത്ത് സർഫസ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഓൺലി ഇഫ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ ഈസ് മോർ ദാൻ 260 കിലോമീറ്റർ സ്ക്വയർ. 260 കിലോമീറ്റർ സ്ക്വയറേക്കാൾ കൂടുതലാവുമ്പോഴാണ് എർത്തിൻ്റെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ വരുന്നതാണ് അതിലത്തെ ഇൻസ്ട്രുമെൻ്റ് ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ചെയിൻ സർവേ, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ എന്നുള്ളതല്ല. എപ്പോഴും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ സർവേ കണ്ടക്റ്റഡ് ടു സ്റ്റഡി ദ കസ്റ്റംസ് ആൻഡ് റിലൈക്സ് ഓഫ് ദ പാസ്റ്റ് ഈസ് കോൾഡ് ഡാഷ്. പാസ്റ്റിനെ കുറിച്ചുള്ള സർവേ എന്തായിരിക്കും? ആർക്കിയോളജിക്കൽ സർവേ. In order to determine the additional details such as boundaries of fields, houses and other properties, pathways are determined. The surveys preferred is അത്തരത്തിലുള്ള സർവേ ഏതായിരിക്കും? ബൗണ്ടറീസും ഹൗസ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വഴി. ബൗണ്ടറീസിന് മെയിനായിട്ട് അതിലൊരു ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് കെഡസ്ട്രൽ സർവേ. ഫോർ ഡിറ്റർമിനിങ് quantities and for collecting data for design of engineering, the survey conducted is engineering survey. എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സർവേനെയാണ് എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുന്നത്. സർവേ വിച്ച് ആർ ക്യാരിഡ് ഔട്ട് ടു പ്രൊവൈഡ് എ നാഷണൽ ഗ്രിഡ് ഓഫ് കൺട്രോൾ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അക്യുറേറ്റ് മാപ്പ് ഓഫ് ലാർജ് ഏരിയാസ് ആർ നോൺ എസ്. ലാർജ് ഏരിയാസിൻ്റെ മാപ്പ് ഉണ്ടാക്കുന്ന സർവേനെ പറയുന്ന പേരെന്താണ്? ജിയോഡറ്റിക് സർവേ. ജിയോഡറ്റിക് സർവേ എർത്തിൻ്റെ മാപ്പുകൾ, ലാർജ് ഏരിയൻ്റെ മാപ്പുകൾ നിർമ്മിക്കുന്നത് ഏത് സർവേ ഉപയോഗിച്ചിട്ടാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജിയോഡറ്റിക് സർവേ. ദ സർവേ വിച്ച് ഈസ് പെർഫോംഡ് ബൈ മാപ്പിംഗ് ഓഫ് ലാർജ് വാട്ടർ ബോഡീസ് ഓഫ് ഫോർ ദ പർപ്പസ് ഓഫ് നാവിഗേഷൻ. നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വാട്ടർ ബോഡീസിൻ്റെ കുറിച്ചുള്ള സ്റ്റഡി നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള സർവേൻ്റെ പേര് ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോഗ്രാഫിക് സർവേയാണ് വാട്ടറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ്, നാവിഗേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റഡീസിന് ഉൾപ്പെടുത്തുന്ന സർവേയാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോഗ്രാഫിക് സർവേ ഡീൽസ് വിത്ത് ദ മാപ്പിംഗ് ഓഫ് ലാർജ് വാട്ടർ ബോഡീസ്. സെയിം ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റായിട്ട് ചോദിച്ചിരിക്കണമെന്നേ ഉള്ളൂ. That survey is used to determine points of strategic importance of both offensive and defensive purpose. ഡിഫെൻസീവ് ആൻഡ് ഒഫൻസീവ് എന്ന് വരുമ്പം അത് വരുന്നത് എന്ത് സർവേ ആയിരിക്കും? ബേസ്ഡ് അപ്പോൺ ദ പർപ്പസ്, മിലിറ്ററി സർവേ. An instrument used for direct measurement which resembles the shape of watch and automatically count the number of pace. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ഇൻസ്ട്രുമെൻ്റ്, അത് വാച്ചിൻ്റെ ഷേപ്പിലായിരിക്കും. നമ്മൾ നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ റെക്കോർഡാവുകയാണെങ്കിൽ നമ്മുടെ പേസ് എന്നാണ് പറയുന്നത്. അതിനെ പറയുന്ന ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? പാസോമീറ്റർ. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ് ഇസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. മെയിൻ ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ് എന്ന് പറയുന്നത് പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർവേ ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. The preliminary inspection of the area to be surveyed is called reconnaissance survey. ഫസ്റ്റ് ഏതൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പും ആദ്യം ചെയ്യുന്ന സർവേയാണ് റിക്കഗ്നൈസ് സർവേ. The reverse process of surveying in which the data are transferred from drawing to the ground. The reverse process of surveying in which the data are transferred from drawing to the ground. Setting out. നമ്മുടെ കയ്യിലുള്ള ഡാറ്റനെ ഗ്രൗണ്ടിലേക്ക് പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത് സെറ്റിംഗ് ഔട്ട് എന്നുള്ളത്. ഗ്രൗണ്ടത്തേന് പേപ്പറിലേക്കാണെങ്കിൽ അതിനെ മാപ്പ് പ്രിപ്പയർ ചെയ്യണം, പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നു. In order to determine the natural features such as valleys, lakes, rivers, etc., the survey is preferred is topographical survey. നമ്മുടെ
നേച്ചറിനെ കുറിച്ചുള്ള സ്റ്റഡി ഉൾപ്പെടുന്ന സർവേ എന്ന് പറയുന്നത് ടോപ്പോഗ്രഫിക്കൽ സർവേ ആണ്. ലാർജ് ബോഡീസ്, നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലാർജ് വാട്ടർ ബോഡീസിനെ കുറിച്ചുള്ള സർവേ എന്തായിരുന്നു? ഹൈഡ്രോഗ്രാഫിക് സർവേ ആയിരുന്നു. ഇത് നമ്മുടെ നേച്ചർ, അതിൽ റിവർ, വാലി, ലേക്ക് എന്നുള്ളതിനേക്ക് പെടുന്ന അതിനെക്കുറിച്ചുള്ള സ്റ്റഡി ഏത് സർവേയിങ്ങിൻ്റെ കീഴിലാണ് വരുന്നത്? ടോപ്പോഗ്രഫിക്കൽ സർവേ. The equatorial axis of the earth is nearly dash than the polar axis. കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. പോളാർ ആക്സിസും ഇക്വറ്റോറിയൽ ആക്സിസും തമ്മിലുള്ള എർത്ത് എത്രത്തോളം അടുത്താണ് അല്ലെങ്കിൽ എത്രത്തോളം കൂടുതലാണ് എന്നുള്ളത്. The equatorial axis of the earth is nearly dash than the polar axis, 43 kilometer greater. The method mainly adopted in reconnaissance surveys എന്തായിരിക്കും? ജഡ്ജിങ്. ആദ്യം നടത്തുന്ന സർവേ, റിക്കഗ്നൈസൻസ് സർവേയിൽ ഫസ്റ്റ് ജഡ്ജിങ്ങിലാണ് നമ്മൾ എല്ലാം കണ്ടുപിടിക്കുന്നത്. പിന്നെയാണ് അതിനുശേഷം അക്യുറേറ്റ് ആയിട്ടുള്ളൊരു സർവേ അവിടെ നടത്തുന്നത്. The surveying which carried out for determining the area of underneath relics of antiquities, അണ്ടർനീത്തുള്ള ആൻറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന സർവേയിങ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഏത് സർവേയിങ്ങിൻ്റെ ബ്രാഞ്ചിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് വെച്ചാൽ അതും ആർക്കിയോളജിക്കൽ സർവേൻ്റെ കീഴിലാണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു പാസ്റ്റിലുള്ള സർവേ, അതും ആർക്കിയോളജിക്കലിൻ്റെയാണ്. ഇതിലും ആർക്കിയോളജിക്കൽ സർവേൻ്റെ കീഴിലാണ് വരുന്നത്. The survey which are carried out for the construction of road, water supplying system, sewer for any developing township are called. The survey which are carried out for the construction of road, water supplying system, sewer for any developing township, ഏതൊരു ടൗൺഷിപ്പിൻ്റെ കീഴിലുള്ള വാട്ടർ സപ്ലൈസിൻ്റെ സർവേ, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ റോഡിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി നടത്തുന്ന സർവേ എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? സിറ്റി സർവേ. Which survey is used for setting out the work on the ground? Location survey. റിക്കഗ്നൈസൻസ് സർവേന് ശേഷമാണ് ലൊക്കേഷൻ സർവേ സാധാരണ ചെയ്യാറുള്ളത്. Dash type of survey is used for exploring mineral wealth. Mine survey. The survey in which the curvature of earth is ignored is called plain survey. Walking over the area and observing its main features and boundaries is called reconnaissance survey. Extensively used plate laying method in India. Telescopic method. The survey which carried out for determining absolute location of different places on Earth's surface and direction of any line by making observation to heavenly bodies, that is stars, sun, are called, അങ്ങനെ വരികയാണെങ്കിൽ എന്താ വരിക? അസ്ട്രോണമിക്കൽ സർവേ. ജിയോഡറ്റിക് സർവേ is different from plain survey because curvature of earth is considered. GTS stands for Great Trigonometrical Survey. During the reconnaissance, the surveyor should prepare key plan. Full detailed survey work along the most economical route of road is done by location survey. The error which arises from inattention, inexperience, carelessness and poor judgment or confusions in the mind of observer is termed as mistakes. An instrument which registers the distance travelled by the person carrying instead of number of pacing. Pedometer. പാസോമീറ്റർ എന്തായിരുന്നു? പേസ് ആയിരുന്നു കൗണ്ട് ചെയ്തത്. പെഡോമീറ്റർ എന്താണ്? ഒരു പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. The adjustment required to be made at each of the surveying station before making observation are called temporary adjustment. The difference in length between the arc and its substance
chord on the surface of Earth for a distance of 18.2 kilometer square is the difference in length between the arc and its subtended chord on the surface of the Earth for a distance of 18.2 kilometer square is 10 centimeter. The principle of working from whole to part is used in surveying because എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് പറയുന്നത്. അത് റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അക്യുമുലേഷൻ ഓഫ് എറർ ക്യാൻ ബി പ്രിവെൻറ്റഡ്. ദ സർവേ വിച്ച് ആർ മെയ്ഡ് ടു ഫിക്സ് ദ പ്രോപ്പർട്ടി ലൈൻ, calculation of village land, transfer of land property from one owner to another owner. നമ്മളിത് പറഞ്ഞതാണ്. ബൗണ്ടറീസ് എന്നുള്ള ടേം വരികയാണെങ്കിൽ പ്രോപ്പർട്ടി ലൈൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി, ലാൻഡിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന സർവേസ് എല്ലാം കഡസ്ട്രൽ സർവേൻ്റെ കീഴിലാണ് വരുന്നത്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സർവേ ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡെറാഡൂൺ. The trigonometric survey is also known as geodetic survey. To determine the relative position of objects underwater, dash survey is conducted. Marine survey. All points on the line of sight are dashed from the distance from the surface of the earth. All the points on the line of sight are dashed from the surface of earth, not equidistant. Dash resembles simple bicycle wheel provided with a fork and hand. It is wheeled along the line whose length is decided. Perambulator. അടുത്തൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണത്. ഡാഷ് പെരാംബുലേറ്റർ റിസംബിൾസ് സിമ്പിൾ ബൈസൈക്കിൾ വീൽ പ്രൊവൈഡഡ് വിത്ത് എ ഫോർക്ക് ആൻഡ് ഹാൻഡ്. ഇറ്റ് ഈസ് വീൽഡ് എലോങ് ദ ലൈൻ ഹൂസ് ലെങ്ത് ഈസ് ഡിസൈഡഡ്. ഓക്കെ അല്ലേ? Surveying is the art of determining dash points of different features on the surface of earth. Relative position of different features on the surface of earth ആണ് സർവേയിങ്. അതിന് വേണ്ടിയിട്ടാണ് സർവേയിങ് ഉപയോഗിക്കുന്നത്. In surveying, the measurements are taken in horizontal plane.